മോഹൻലാലിന്റെ നിരവധി പ്രോജക്റ്റുകളാണ് അണിയറയിൽ സംഭവിക്കാനിരിക്കുന്നത്. അതിൽ തന്നെ ഗംഭീര സംവിധായകനാണ് മോഹൻലാലുമായി കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയുമ്പോൾ പ്രേക്ഷകരും വലിയ ആകാംക്ഷയിലാണ്. അതിലൊന്ന് എടുത്തു പറയാൻ കഴിയുന്നത് അമൽ നീരദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് സംഭവിക്കാൻ പോകുന്നു എന്ന് പല പ്രമുഖ മൂവി അനലിസ്റ്റുകളും നൽകിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വരാൻ പോകുന്നത് ഒരു അമൽ നീരദ് ചിത്രമായിരിക്കും. അതിന്റെ ഒരു പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് പറയാൻ കഴിയുന്നത്. കാരണം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ തന്നെ വരാൻ പോകുന്ന ഒരു അമൽ നീരദ് മോഹൻലാൽ ചിത്രമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് സൂചനകൾ. ആശീർവാദിന്റെ 25ാം വാർഷികം ഈ വരുന്ന 25ാം തീയതി നടക്കാൻ പോവുകയാണ്. അന്ന് ഈ ചിത്രത്തിന്റെ ഒരു പ്രഖ്യാപനവും പ്രതീക്ഷിക്കാവുന്നതാണ്. അതൊക്കെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ വലിയ സന്തോഷം നൽകുന്ന ഒരു പ്രോജക്റ്റും. ഈ അമൽ നീരദ് ചിത്രം ഇച്ചിരി സ്പെഷ്യൽ ആണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. കാരണം ഈ ചിത്രത്തിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കോംബോ വരാൻ പോകുന്നു എന്നാണ് സൂചനകൾ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൂചന കൂടി വന്നിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ. റെഡിറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഡിസ്കഷൻ തന്നെ നടന്നിരിക്കുന്നത്. മോഹൻലാൽ അമൽ നീരദ് ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ ഒരു വില്ലൻ റോളിലായിരിക്കും എത്താൻ പോകുന്നത് എന്നതാണ് സൂചന. എന്നാൽ ഫഹദ് ഫാസിൽ മാത്രമല്ല, ഫഹദ് ഫാസിലും വിജയ് സേതുപതിയും ഉണ്ട് എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം. പറഞ്ഞു വരുന്നത് ഇവർ രണ്ടുപേരുമായും ഡിസ്കഷൻ നടത്തി എന്ന രീതിയിലാണ്. റെഡിറ്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. വിജയ് സേതുപതിയും ഫഹദ് ഫാസിലും മോഹൻലാലിന്റെ ഈ ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യാൻ വേണ്ടിയുള്ള ഡിസ്കഷൻ ഇവരുമായി നടന്നു എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ. ഈ കാര്യങ്ങൾ അറിഞ്ഞ പലരും ഇതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാണ്. ഇങ്ങനൊരു സബ്ജക്ട് അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന രീതിയിൽ. അത് പ്രമുഖ മൂവി അനലിസ്റ്റുകളുമായൊക്കെ ചർച്ച ചെയ്തു. എന്നാൽ അവരും ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്. എന്നാൽ എല്ലാം ഉറപ്പിക്കാറായിട്ടില്ല. വിജയ് സേതുപതിയായും ഫഹദ് ഫാസിലുമായും ഇങ്ങനെ ഡിസ്കഷൻ നടന്നു എന്നത് വ്യക്തമല്ലെങ്കിലും മോഹൻലാലും ഫഹദ് ഫാസിലും ഒന്നിക്കാൻ പോകുന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാവുന്ന രീതിയിലേക്കൊക്കെയാണ് സഞ്ചരിക്കുന്നത്. മോഹൻലാലും ഫഹദ് ഫാസിലും ലീഡ് റോളിലെത്തുന്ന ഒരു അമൽ നീരദ് ചിത്രം തന്നെയാണ് അണിയറയിൽ സംഭവിക്കാനിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നാലും കാസ്റ്റിംഗിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഉറപ്പിക്കാറായിട്ടില്ല. എല്ലാത്തിന്റെയും കൂടുതൽ ഡീറ്റെയിലുകൾ വരും ദിവസങ്ങളിലെ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും എന്ന രീതിയിലൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ റൂമറായി തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിട്ടുണ്ട്. മോഹൻലാലിന്റെ അപ്കമിംഗ് പ്രോജക്റ്റുകളിൽ ഒരു മേജർ പ്രോജക്റ്റായി മാറുന്നുണ്ട് അമൽ നീരദും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റ്. അത് ആശീർവാദിന്റെ അണ്ടറിലായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നതും. എന്തായാലും അവർ പ്രഖ്യാപിച്ചാലേ ഇത് ഉറപ്പിക്കാനും പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ മോഹൻലാലിന്റെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴും കറണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് പോലും റിലീസാകാത്തതിൽ വലിയ പ്രതിഷേധമാണ് പ്രേക്ഷകർ ഉയർത്തിയിരിക്കുന്നത്. അതിലൊന്നാണ് തുടരും എന്ന മോഹൻലാലിന്റെ ചിത്രം. തുടരും എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി മാറ്റിവെക്കപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൺഫർമേഷൻ സംവിധായകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. അത് നമ്മൾ നിങ്ങളെ എല്ലാവരെയും കേൾപ്പിച്ചതാണ്. അതിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒരു സംവിധായകനെ ഏറ്റവും മോശമായ രീതിയിൽ സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു കൂട്ടം ഫാൻസുകാരെ കുറിച്ച്. ഫാൻസുകാർ എന്ന് പറയുമ്പോൾ അത് ജെനുവിൻ ഫാൻസുകാരല്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. അത് ഒരു കൂട്ടം ഹേറ്റേഴ്സ് തന്നെയാണ്. ഒരു കൺഫേം റിലീസ് ഡേറ്റ് വെച്ചിട്ടുള്ള പോസ്റ്റർ പോലും വന്നിട്ടില്ലാത്ത സിനിമയുടെ റിലീസ് മാറ്റി എന്ന പ്രശ്നത്തിൽ ഒരു സംവിധായകനെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിന് പിന്നിലെ ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അതിനുശേഷം പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടെത്തുന്നത്. പൊതുവെ മോഹൻലാൽ സിനിമകൾക്ക് ഒരു വലിയ ഹൈപ്പ് ഇറങ്ങുന്നതിന് മുമ്പേ ഉണ്ടാകാറുണ്ട്. ആ ഹൈപ്പ് തന്നെ ചിലപ്പോൾ വാച്ചബിൾ സിനിമയ്ക്ക് ഒരു ബാധ്യത ആവാറുമുണ്ട്. അങ്ങനെ നോക്കിയാലും തുടരും നല്ല ഡീസന്റ് അപ്ഡേറ്റ് പുറത്തോട്ടിട്ടുള്ള അനാവശ്യ ഹൈപ്പ് കൊടുക്കാത്ത പടമാണ്. സിനിമയെപ്പറ്റി ചോദിച്ചാലോ കമന്റ് ഇട്ടാലോ ഡയറക്ടർ ബ്ലോക്ക് ആക്കി വിടുന്നത് വലിയ പാതകമായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു സംവിധായകനും സിനിമ ചെയ്ത് തീർന്ന് നീയൊന്നും കാണണ്ട തിണ്ടികളെ എന്ന് പറഞ്ഞ് റിലീസ് നീട്ടില്ലല്ലോ. ഒരു സിനിമയുടെ റിലീസ് പറഞ്ഞ ദിവസം നടക്കാത്തതിൽ ഏറ്റവും മോശമായ എഫക്ട് ചെയ്യുന്ന ആൾ സംവിധായകൻ തന്നെയാണ്. ആ സമയം പ്രത്യേകിച്ച് വെറുതെ ആരെയും ദ്രോഹിക്കാതെ നടക്കുന്ന ഒരാളെ പോയി ശല്യം ചെയ്യുന്നത് വൻ ബോറ് പരിപാടിയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ പോലും തരുൺ മൂർത്തിയുടെ വാക്കുകളിന് ശേഷം പറഞ്ഞുകൊണ്ടെത്തുന്നത്. എന്തായാലും മോഹൻലാലിന്റെ ലൈനപ്പുകളിൽ എമ്പുരാനെ പോലെ തന്നെ വൻ പ്രതീക്ഷയുള്ള സിനിമയാണ് തുടരുമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. റിലീസ് എന്തായാലും ഇനി എമ്പുരാന് ശേഷം മാത്രമേ കാണൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു.